മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വി കോളർ നെക്കാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അളവുകളൊക്കെ എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കോളർ വയ്ക്കുന്ന ആ ഒരു രീതി മാത്രമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ 7.5 ഇഞ്ചിലാണ് ഷോൾഡർ കട്ട് ചെയ്തിരിക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3.25 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ടൈറ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് 3.25 അപ്പോൾ നെക്കിൻ്റെ വീതി താഴോട്ടുള്ള ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്, 4 ഇഞ്ച് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കോളറിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് താഴേക്കുള്ള ലെങ്ത്ത് നമ്മളൊരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പിന്നീട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ പോർഷൻ കളയരുത് കേട്ടോ. കട്ട് ചെയ്ത ആ പോർഷൻ കളയരുത്. അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം. താഴേക്ക് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം അടിയിലേക്ക് 3 ഇഞ്ച് അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. ഇനി ബാക്ക് നെക്കിൻ്റെ അതുപോലെ തന്നെ 3.25 അതേ 3.25 ഇഞ്ച് നമ്മൾ വിഡ്ത്ത് എടുത്തു. ലെങ്ത്ത് 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം അതും ഒരു ഇതുപോലെ ഷേപ്പിൽ വരച്ചിട്ട് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഈ പോർഷന് നമ്മൾ കളയരുത് കേട്ടോ. കട്ട് ചെയ്തത് കളയരുത്, പിന്നീട് കാണിച്ചു തരാം. ഇനി നമ്മൾ കോളർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പോർഷൻ കണ്ട് ഇത് ബാക്ക് പോർഷൻ നമ്മൾ ആ 1 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത പോർഷനാണ്. അപ്പോൾ ഈ മടക്ക് വശത്തേക്ക് നമ്മൾ ഇതുപോലെ അതൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ വീതി മനസ്സിലാവുന്നതാണ്. ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് കണ്ട് 3.25 എടുത്തത് നമ്മളതൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കേട്ടോ. അതിനുശേഷം ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ആ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് വരച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തില്ലേ, അത് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ആ 3.25 ഇഞ്ച് അവസാനിക്കുന്നിടത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മൾ നെക്കിൻ്റെ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ സ്ട്രെയിറ്റ് പോർഷനിൽ അതാണ് വെച്ച് കൊടുത്തത്. അതിനുശേഷം ആ കോളറിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തില്ലേ വരച്ചിട്ട്, അത് അതുപോലെ തന്നെ ഈ ക്ലോത്തിലേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് ലെങ്ത്തിൽ കുറച്ച് നീട്ടി വരയ്ക്കണമെങ്കിൽ വരച്ചു കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ വീണ്ടും തന്നെ അത് തന്നെ കൂടുതലാണ് എങ്കിലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് അത് കുറഞ്ഞു പോയെങ്കിൽ. അതിനുശേഷം 3/4 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ കോളറിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ ഒരറ്റത്തു നിന്ന് മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് 3/4 ഇഞ്ച് ഡോട്ട് ഇട്ട് കൊടുത്ത് ഉള്ളിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ അതൊന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലെങ്ത്തും വിഡ്ത്തും കണക്കാക്കി വേണം നമ്മൾ നമ്മുടെ ക്യാൻവാസിൻ്റെ മടക്കി വെച്ചിരിക്കുന്ന ആ വീതി ലെങ്ത്തും എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പ് മാറിപ്പോവും കട്ട് ചെയ്യുമ്പോൾ. ഇനി അതേ അളവിൽ തന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. കോളറിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീതി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3/4 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഫുള്ളായിട്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. ബാക്കി ലെങ്ത്ത് നമുക്ക് കോളറിൻ്റെ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഈ ബാക്കി പോർഷൻ ഉണ്ടല്ലോ കോളർ കട്ട് ചെയ്ത അത് അതുപോലെ തന്നെ വെച്ചിട്ട് ഇതിലേക്ക് ആ വി ഷേപ്പ് മാർക്ക് ചെയ്യണം. നമ്മൾ 3 ഇഞ്ച് ലെങ്ത്താണ് താഴേക്ക് വി ഷേപ്പ് കൊടുത്തത്. വിഡ്ത്ത് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അത് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ വരച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഞാൻ പുറത്തേക്ക് ഒന്നും കൂടി ഒന്ന് വരച്ചു കൊടുത്ത് ആ പോർഷൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നിങ്ങൾക്ക് വി അല്ല ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനിപ്പം വി ഷേപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത ഒരു പീസിലേക്ക് നമ്മൾ അയൺ ചെയ്തെടുക്കുക. അതുപോലെ കോളറിന് വേണ്ട പീസും ഇതുപോലെ അയൺ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു
കാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് അത് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ വീലും അതുപോലെ തന്നെ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ 2 പീസ് എടുത്ത് ഒരുപോലെ വെച്ച് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തതിന് ശേഷം ഈ ഉൾവശം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പോർഷൻ കണ്ടോ, ഇത് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് കോളറിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഈ 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ ഉൾവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഈ ഒരു ഷേപ്പ് മറിച്ചിടുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ കോർണറുകളിലൊക്കെ റൗണ്ട് ഷേപ്പ് ഉള്ളിടത്തൊക്കെ നമ്മൾ ചെറിയ കട്ടിങ് തയ്യൽ തുമ്പിൽ കൂടി കൊടുത്തു. അതിനുശേഷം അടുത്ത സൈഡിൽ വീണ്ടും ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ബാക്കി പോർഷൻ നമ്മൾ മാറ്റിക്കളയും. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഉള്ള പോർഷനിലേക്ക് നമ്മൾ ആ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടുത്ത പോർഷനിലേക്ക് നമ്മൾ ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കണ്ടോ ഈ തയ്യൽ തുമ്പ് കണ്ടോ, ഈ നമ്മൾ ആ 1/4 ഇഞ്ച് വിട്ട് മുകളിൽ കട്ട് ചെയ്ത ആ തയ്യൽ തുമ്പ് അതിലേക്ക് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ വി ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ വി ഷേപ്പിൽ തന്നെ നമ്മൾ പിൻ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടിയിൽ ഞാൻ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ആ കോർണർ വി ഷേപ്പ് തിരിച്ചിടുമ്പോൾ അതുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് കട്ടിങ് കൊടുത്തു. അതിനുശേഷം കണ്ടോ ഈ തയ്യൽ തുമ്പും ഈ വി ഷേപ്പിൻ്റെ ആ പോർഷനും കൂടെ നമ്മളൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. അതിന് ആ തയ്യൽ തുമ്പിൽ ഇതും കൂടി പതിച്ചടിച്ചതിന് ശേഷം ഇത് ഉള്ളിലേക്ക് തിരിക്കുക. തിരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മുകളിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ വി ഷേപ്പ് വളരെ നീറ്റായിട്ട് നമുക്ക് അവിടെ കിട്ടി. കണ്ടോ, ഇതിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ക്യാൻവാസിൻ്റെ പോർഷൻ ഈ ലൈനിങ്ങിലേക്ക് മാത്രമായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ലൈനിങ് ഇങ്ങനെ എടുത്ത് ലൈനിങ്ങിലേക്ക് മാത്രം നമ്മൾ ഈ ക്യാൻവാസും കൂടി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം നല്ല തുണിയിലേക്ക് ആ തയ്യൽ വരില്ല. അല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തുന്നി കൊടുക്കാം. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല വൃത്തിയിൽ ഇതിൽ മാത്രം ലൈനിങ്ങിൽ മാത്രമായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനും ഇതുപോലെ ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷന് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ കോളർ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പതിച്ച് അടിച്ചു കൊടുത്തു കേട്ടോ. ആ കോളറിൻ്റെ സൈഡ് ഒന്ന് പതിച്ച് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഇത് കറക്റ്റ് സെൻറ്റർ ഒരുപോലെ വെച്ചിട്ട് നമ്മൾ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ 2 വശത്തേക്ക് തയ്ച്ചു പോകുന്നത്. അപ്പോൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെൻറ്ററിൽ വെച്ചിട്ട് കോളറിൻ്റെ സെൻറ്ററും കൂടെ ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഉൾവശത്ത് നിന്നാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മറിച്ച് വരുമ്പോൾ ക്യാൻവാസ് പുറത്തേക്കാവണം. ആ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ക്യാൻവാസ് ഉള്ള പോർഷനല്ല നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്, നമ്മൾ അല്ലാത്ത പോർഷനാണ്. കണ്ടോ, ഇതുപോലെ കറക്റ്റാക്കി നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കുക അറ്റം വരെ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മളെന്തായാലും എക്സ്ട്രാ കൂടുതൽ എടുത്തത് കൊണ്ട് ഇത് നമുക്ക് കൂടുതൽ കിട്ടും. ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ആ സെൻറ്റർ നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്നാണ് അടിച്ചു പോരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരിക. കറക്റ്റാക്കി ലൈനിങ് എല്ലാം കറക്റ്റാക്കി പിടിച്ച് കണ്ടോ അറ്റം വരെ എത്തി. ഒരു സൈഡ് അറ്റം വരെ എത്തി. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ 1/4 ഇഞ്ച് നമ്മൾ എത്ര എടുത്തോ തയ്യൽ തുമ്പ് അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാവുള്ളൂ. അപ്പം കണ്ടോ നമുക്ക് ക്യാൻവാസ് എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം.
ആദ്യം നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, ക്യാൻവാസ് കറക്റ്റ് അളവിലെടുത്തിട്ട്. അപ്പോൾ നമുക്കത് ചിലപ്പം കുറയോ കൂടുകയോ ചെയ്താൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്നല്ലേ സ്റ്റിച്ച് ചെയ്ത്, അതുപോലെ അടുത്ത സൈഡും ആ സെൻറ്ററിൽ നിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കണ്ടോ അവസാനിപ്പിച്ചു. അതിന് ശേഷം നമ്മളിനി ക്യാൻവാസ് ഇങ്ങനെ തിരിക്കുമ്പോൾ കണ്ടോ നല്ല വശത്തേക്ക് വരും. നമ്മൾ മറുവശം ഉപയോഗിച്ചിട്ടാണ് ഉൾവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് ശേഷം കണ്ടോ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇനി നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ള പോർഷൻ കണ്ടോ ഇത്രയ്ക്ക് നമുക്ക് വന്നു. അത് നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ എക്സ്ട്രാ കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി കണ്ടോ. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് തയ്യൽ തുമ്പ് കറക്റ്റാക്കി വെച്ച് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ഷേപ്പ് ഇട്ട് കൊടുത്ത് അടിച്ചിട്ട് തിരിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതും ബുദ്ധിമുട്ടായിരിക്കും, അടിച്ചു വരുമ്പോൾ ചുളിവ് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കണ്ടോ ഞാൻ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് നമ്മൾ കൊടുത്തിരുന്നില്ല എക്സ്ട്രാ, അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വീണ്ടും കണ്ടോ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് അവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ കോളർ എടുത്തത് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ നമ്മൾ ആ കറക്റ്റ് കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെയാണ് കോളർ നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് ക്യാൻവാസിൽ കട്ട് ചെയ്തത്. അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് അതേ ഷേപ്പിൽ തന്നെ കിട്ടും. 2 സൈഡും നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം മുകളിലേക്ക് കയറ്റി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങി റൗണ്ട് ചെയ്ത് അവിടെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ കണ്ടോ ഷോൾഡറിൻ്റെ ഈ സെൻറ്ററിൽ നിന്നല്ല തുടങ്ങുന്നത്, ഇവിടെ നിന്ന് ബാക്കിൻ്റെ കുറച്ച് സെൻറ്ററിൽ നിന്ന് മാറ്റി കണ്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അവിടെ നിന്നാണ് ആ തയ്യൽ തുടങ്ങി വരുന്നത്. കാരണം തയ്യൽ തുടങ്ങുന്നു അവസാനിക്കുന്ന അവിടെ ഒരു പുറത്തേക്ക് നമ്മൾക്ക് സെൻറ്ററിൽ നിന്ന് തുടങ്ങുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ അവിടെ തയ്യലിൻ്റെ ഒരു ഇത് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത്. അതിന് ശേഷം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇത് നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും. അതിന് ശേഷം ആ പിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് ഊരി കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഉള്ളിലാക്കി തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ നീറ്റാക്കി വെച്ചതിന് ശേഷം അവിടെ കുത്തി നിർത്തിയിട്ട് ഇനി വീണ്ടും തിരിച്ച് ഇനി മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാം. അതിന് ശേഷം ശ്രദ്ധിച്ച് അടിക്കണം കേട്ടോ, നല്ല പതുക്കെ അടിക്കണം, നീറ്റാക്കി വെച്ചിട്ട് വേണം അടിക്കാൻ. അവിടെയും കുത്തി നിർത്തിയിട്ട് ഇനി മുകളിൽ കൂടി വീണ്ടും അടിച്ചു പോവുക. ഇവിടെ നമ്മൾ ഇതുപോലെ അടിച്ച് ചുറ്റി അടിച്ച് അടുത്ത സൈഡ് വരെ എത്തുക കേട്ടോ. വലിച്ചൊന്നും പിടിക്കരുത്, നമ്മൾ അടിച്ചു വരുന്നതനുസരിച്ച് വിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ട അടുത്ത പോർഷന് അടുത്ത സെൻറ്ററിൻ്റെ അടുത്ത സൈഡ് എത്തി. അവിടെ നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ നീറ്റാക്കി വെച്ച് കൊടുത്ത് അവിടെയും കുത്തി നിർത്തി താഴേക്ക് വീണ്ടും അടിച്ചു പോരുക. അതിനുശേഷം വീണ്ടും കുത്തി നിർത്തി വീണ്ടും തിരിച്ച് അടിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലാക്കി പിടിച്ചു കൊടുത്ത് നീറ്റാക്കി ഇതുപോലെ തിരിച്ച് കൊണ്ടുവന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചെടുത്ത് കണ്ടോ നമ്മൾ തുടങ്ങിയെടുത്ത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്, അവിടെ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ ഒന്നും ചുളിവൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. ഇപ്പം കോളർ കൂടുതൽ എടുത്താലും നമുക്ക് പ്രശ്നമില്ല, ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കണ്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടി, വളരെ എളുപ്പത്തിൽ അതേ ഷേപ്പിലും കിട്ടി. ഇത് അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ബാക്ക് പോർഷൻ കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബാക്കി നമ്മൾ സ്ലീവും എല്ലാം വെച്ച് കൊടുത്ത് സൈഡൊക്കെ
ജോയിൻ ചെയ്തെടുത്തു. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. റെഡിമെയ്ഡ് തയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇപ്പോൾ ഈ ഷേപ്പിന് പകരം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.